ഹലോ വ്യൂവേഴ്സ്, ഓണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഓണസദ്യയും പൂക്കളും ഓണക്കളികളൊക്കെയാണ്. മാക്സിമം എല്ലാ പ്ലാനും മാറ്റിവെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ GTHനെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ട്രിപ്പാണ്. സോ ഈ വർഷവും ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്യുന്ന ഓണം ട്രെയിൽസ് ടു യൂറോപ്പ് എന്ന പേരിൽ ഒരു 12 days നീളുന്ന ഒരു ട്രിപ്പ് GTH പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി GTHന്റെ ബിസിനസ് ഹെഡ് ആയിട്ടുള്ള വിപിൻ സാർ നമ്മുടെ കൂടെയുണ്ട്. സോ വെൽക്കം സർ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവാൻ മലയാളികൾ മാക്സിമം ശ്രമിക്കുന്ന ഒരു സമയമാണ്. സോ ഇത് യൂറോപ്പിൽ ആഘോഷിക്കാൻ വേണ്ടി ആളുകളെ കൺവിൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓണം എന്നുള്ളത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആഘോഷമാണ്. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കൺസെപ്റ്റാണ് ഓണം എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടി TV കണ്ട് സിനിമ കണ്ട് അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത്. ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു വെക്കേഷൻ പീരീഡ് അല്ലെങ്കിൽ അവധി കിട്ടുന്നു എന്നുള്ളതാണ്. സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവധി കിട്ടുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യുക. ഏതെങ്കിലും രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും യാത്ര ചെയ്തുകൊണ്ട് ആ ഓണം വൈബ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മളെല്ലാം മാറിക്കഴിഞ്ഞു അല്ലേ. നമുക്ക് ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ ട്രാവൽ ചെയ്യും. ഡെഫിനറ്റ് ആയിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ഓണം നമ്മൾ തിമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യാത്രകൾ, നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാംസ്, ഓണം പ്രോഗ്രാംസ്, ക്രിസ്മസ്, അങ്ങനെ പല സെലിബ്രേഷൻ മോഡലുള്ള ട്രിപ്പുകളുണ്ട്. അപ്പോൾ വർഷങ്ങളായി, കഴിഞ്ഞ 4 വർഷങ്ങളായും ഞങ്ങൾ ചെയ്യുന്നത് ഓണം ഇൻ യൂറോപ്പ് ട്രെയിൽസ് ഓഫ് ഓണം എക്സ്ക്ലൂസീവ് ട്രിപ്പാണ്. ഓണത്തിൻ്റെ സമയത്ത് യൂറോപ്പിലേക്കുള്ള യാത്ര. ഈ യൂറോപ്പ് ഓണം എന്ന് പറയുന്നതിന്റെ പ്രധാന ഹൈലൈറ്റ്സ് എന്തൊക്കെയായിരിക്കും? പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മൾക്ക് ഈ ഓണാഘോഷം ഇവിടെ എന്താണോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് പൂക്കളം ഇടാൻ പറ്റില്ല. ഇവിടുന്ന് പൂക്കളം കൊണ്ടുപോയാൽ തന്നെ നമുക്ക് അവിടെ പോയിട്ട് അത് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് തന്നെയില്ല. അപ്പം അവിടെ നമുക്കൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ 2 ദിവസങ്ങളിൽ തിരുവോണ ദിവസവും ഉത്രാട ദിവസവും നമ്മുടെ മൈൻഡിൽ തന്നെ, ഞാനിപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്, നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ഫീലിംഗ് ശരിക്കും കിട്ടും. ഓണം വൈബ്, എക്സാക്ട്ലി നമ്മുടെ ന്യൂ ജനറേഷൻ ടേമിൽ ഇറ്റ്സ് വൈബ്, ആ ഒരു ഫീല് നമ്മൾക്ക് കിട്ടും. അപ്പോൾ അന്ന് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പോകുമ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ സാരീസ്, അതുപോലെ ആണുങ്ങളാണെങ്കിൽ മുണ്ടും ഷർട്ടും ഇതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ഫോട്ടോഷൂട്ട്സ്, ചില തിരുവാതിര കളികൾ, അങ്ങനെ ആയിട്ട് ആ ഒരു 2 ഡേ ആ ടൂറിൻ്റെ എവർ ഗ്രീൻ ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു 2 days ആയിരിക്കും. ഔട്ട് ഓഫ് ഈ 12 days എല്ലാവർക്കും തിരിച്ചു വരുമ്പോൾ പറയാനുള്ളത് മെയിനായിട്ട് ആ 2 ദിവസത്തെ മെമ്മറിയിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മുടെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. വി സെലിബ്രേറ്റഡ് ഓണം ഇൻ സ്വിറ്റ്സർലാൻഡ്. ആ ഓണം ഡേയ്സ് വരുമ്പോൾ എല്ലാ വർഷവും നമ്മുടെ മനസ്സിൽ എന്ത് വരും അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ഇയറിലും ആ ഓണം വരുന്ന സമയത്ത് കഴിഞ്ഞ ഓണം നമ്മൾ സ്വിറ്റ്സർലൻഡിലായിരുന്നു. അത് ലൈഫ് ലോങ് ആയിട്ട് ഒരു മെമ്മറി ആയിട്ട് നമുക്ക് നിൽക്കും എന്നുള്ളതാണ്. സോ യൂറോപ്പ് യാത്രകളിൽ ഒരുപാട് കണ്ടിന്യൂസ് യാത്രകൾ നമുക്ക് വരാണ്. സോ ഇതൊരു ട്രിപ്പ് തന്നെ ഒരു ഹെക്റ്റിക് ആവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? തീർച്ചയായും യൂറോപ്യൻ യാത്രകൾ എന്ന് പറയുമ്പോൾ 12 ദിവസത്തെ ട്രിപ്പാണ്. യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും യാത്രകളുണ്ടാകും. യാത്ര ചെയ്തുകൊണ്ടേ എക്കണോമിക്കലി അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂറോപ്പ് കാണാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആർക്കും തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ട്രിപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ തെറ്റാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ ഇതുപോലെ യാത്രകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേയിൽ അതിനെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈറ്റ് സീയിങ് സ്പോട്ടുകളിലും രാജ്യങ്ങളിലും കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് അതിനെങ്ങനെ മാറ്റാം. ഇപ്പം 12 ദിവസം 10 രാജ്യങ്ങളൊന്നും പോസിബിൾ അല്ല. ഒരു 7 കൺട്രീസ് നമ്മൾക്ക് ചൂസ് ചെയ്യാം. ആ 7 രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ 7 രാജ്യങ്ങളിൽ കസ്റ്റമറിന് കൂടുതൽ സൈറ്റ് സീയിങ് അനുഭവങ്ങൾ കൊടുക്കുന്ന പ്ലേസസ് ഏത് രാജ്യത്താണോ വരുന്നത് അവിടെ കൂടുതൽ സമയം കൊണ്ട് കൊടുത്ത് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഓട്ടപ്രദക്ഷിണ അല്ലെങ്കിൽ വല്ലാത്തൊരു ഓട്ടം എന്നുള്ളതിനെ നമുക്ക് ഒരു ലിമിറ്റഡ് ഓട്ടത്തിലേക്ക് മാറ്റിക്കൊണ്ട് അനുഭവവേദ്യമാക്കാൻ വേണ്ടി പറ്റും. സെലിബ്രേഷൻ എന്നതിലുപരി നമുക്ക് ഈ യാത്രകൾ മാക്സിമം കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഓണം മൂഡാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ വൈബാണ് നമ്മൾ ശരിക്കും അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച്. പിന്നെ ഇത് യാത്രകൾ കൺവീനിയൻ്റ് ആക്കാനുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐറ്റിനറി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ പിക്ക് ചെയ്യുന്ന രാജ്യങ്ങൾ, ആ രാജ്യത്തുള്ള ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ പോർഷനിൽ ട്രെയിൻ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും നമ്പർ ഓഫ് നൈറ്റ്സ് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൂടുതൽ നൈറ്റ്സ് കൊടുത്തുകൊണ്ട് 2 നൈറ്റുകൾ
മിക്ക രാജ്യങ്ങളിലും കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നൈറ്റ് ആണെങ്കിൽ ഡെയിലി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു, പിറ്റേ ദിവസം ചെക്ക് ഔട്ട് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സ് തന്നെ ഫ്ലോ ചെയ്യും. അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ പാരീസിൽ 2 നൈറ്റ്, സ്വിറ്റ്സർലാൻഡിൽ 2 നൈറ്റ്, അങ്ങനെ 2 നൈറ്റ് ഇനഫായിട്ട് വേണ്ട രാജ്യങ്ങളിൽ തന്നെ, സിറ്റികളിൽ തന്നെ 2 നൈറ്റ് കൊടുക്കുന്നത് കൂടുതൽ അതിനെ ഇതാക്കും. പിന്നെ നമ്മൾ പെർ ഡേ ട്രാവലുണ്ട്. ഒരു ദിവസം നമ്മൾക്ക് കോച്ചിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ടൈം, അതായത് 1 place to another, മാക്സിമം നമ്മൾക്കൊരു 3 hours ഓഫ് ടൈം, ഒരു 1 place to another. അതിൽ തന്നെ ഗ്യാസ് സ്റ്റേഷൻ ബ്രേക്ക് ഉണ്ടാവും, 1.5 മണിക്കൂർ കഴിയുമ്പോൾ ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഇത് പ്ലാനിങ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. യൂറോപ്യൻ ട്രിപ്പിൻ്റെ സക്സസ് എന്ന് പറയുമ്പോൾ ഹൗ വി പ്ലാൻ എന്നുള്ളതാണ്. ഏത് യാത്രയും 10 ദിവസം കൊണ്ട് തീർക്കണോ തീർക്കാം, 9 ദിവസം കൊണ്ട് തീർക്കണോ തീർക്കാം. പല റേഞ്ച് ഓഫ് പാക്കേജസ് ആണുള്ളത്. അത് കസ്റ്റമർ കറക്റ്റായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതെങ്ങനെയാണ് സ്റ്റഡി എന്ന് പറയുന്ന പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കണം. 10 രാജ്യങ്ങൾ 8 ദിവസം കൊണ്ട് പൈസ കുറച്ച് കാണിക്കുന്ന പരിപാടികളും ഉണ്ട്. അപ്പോൾ അതിൽ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി അവിടെ എത്തുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ എൻ്റെ യാത്ര സ്പോയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൺവീനിയൻ്റ്ലി സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഒരു ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിലാണ് ഇതിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കും ഫാമിലീസിനാണെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ ആണെങ്കിലും ഇത് എത്രത്തോളം സൗകര്യമായിരിക്കും ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ കറക്റ്റായിട്ട് സ്കൂൾ വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. സ്കൂൾ വെക്കേഷൻ ഇൻ ദ സെൻസ് ഈ വർക്കിംഗ് പേഴ്സൺസ് ഉണ്ട്, ഇപ്പം ഗവൺമെൻറ് സർവീസിലും അല്ലെങ്കിൽ പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാവർക്കും 4-5 ദിവസം ബാങ്ക്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ എടുത്തു പറയുന്നില്ല ഇന്നതെന്നുള്ളത്. അപ്പോൾ ഒരു 4-5 ദിവസം അതിൽ കൺഫേംഡ് ലീവ് ഉണ്ട്. അത് കൂടാതെ തന്നെ സ്കൂളിനെയും ഇതും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 10 days ഒക്കെ ലീവ് ഉണ്ട്, കുട്ടികളെയും കൂട്ടി വരാൻ പറ്റുന്നവർക്ക്. അപ്പം എക്സാക്ട്ലി 20th സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 31st എൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ലീവ് നമ്മൾക്ക് അതിൽ എടുത്ത്, അല്ലെങ്കിൽ അവധി കിട്ടാനും എല്ലാം ബുദ്ധിമുട്ടാണ്, ലീവ് കിട്ടാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാത്ത രീതിയിലാണ് സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി അത് മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് ലീവിൻ്റെയോ അവധിയുടെയോ പ്രശ്നങ്ങൾ വരാതെ തന്നെ, അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ആ രീതിയിലും അത് യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ടൂർ പാക്കേജസിൽ പലതിലും പറയുകയാണെങ്കിൽ ടച്ച് ആൻഡ് ഗോ രീതിയിലായിരിക്കും. ഇറ്റലി പോലത്തെ സ്ഥലങ്ങളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ടോ, ഐറ്റിനറിയിലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. യൂറോപ്യൻ ട്രിപ്പിൽ ഏറ്റവും ലാസ്റ്റ് സ്ട്രെച്ചിൽ ഒരു 12 ദിവസത്തെ 7 രാജ്യങ്ങൾ ട്രിപ്പ് എടുത്താൽ ഏറ്റവും ലാസ്റ്റ് സ്ട്രെച്ചിൽ വരുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. ഇറ്റലി മിക്ക ഐറ്റിനറികൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥലമാണ്. അതായത് എല്ലാം കണ്ടു, ഫ്രാൻസ് കണ്ടു, പാരീസ് കണ്ടു, സ്വിറ്റ്സർലാൻഡ് കണ്ടു, നമ്മൾ ലക്സംബർഗും ബെൽജിയവും ജർമ്മനിയും ഒക്കെ കണ്ട് ലാസ്റ്റ് ലാപ്പിലെത്തുന്നതാണ്. ഇറ്റലിനെ സംബന്ധിച്ച് കമ്പയർ ടു സ്വിസ്സും ജർമ്മനിയുടെയും ആ ഒരു പ്രകൃതി മനോഹാരിതയ്ക്ക് അപ്പുറത്തായിട്ട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അല്ലെ, റോമൻ സാമ്രാജ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ടെന്നാണ് ഇറ്റലിയുടെ പ്രത്യേകത. അത് ഭയങ്കര ഭംഗിയും വൃത്തിയും അതുകൊണ്ടുള്ള സ്ഥലം ഒന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന സ്ഥലം ഇറ്റലി. പക്ഷേ ഇറ്റലിക്ക് ഇറ്റലിയുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഹിസ്റ്റോറിക്കലി ചരിത്രപരമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളും സ്ഥലങ്ങളും ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് വത്തിക്കാനിൽ നമ്മൾ പോകും, സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ദേവാലയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാക്സിമം ടൈം നമ്മൾക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇറ്റലിയിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹോളിഡേയിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്ലോറൻസിൽ നിന്നും റോമിലേക്ക്, ഫ്ലോറൻസിൽ താമസം കൊടുത്തുകൊണ്ട്, ഇറ്റലിയിൽ നമ്മൾ എത്തുന്നത് ഓസ്ട്രിയയിലെ ഇൻസ്ബ്രൂക്കിൽ നിന്നും വെനീസിലേക്ക് യാത്ര ചെയ്തിട്ടാണ്. ഇറ്റാലിയൻ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റലി എന്ന് പറയുന്നത് വെനീസാണ്. വെനീസിലെത്തി വെനീസിൽ താമസിച്ച് നെക്സ്റ്റ് ഡേയിൽ വെനീസിൽ നിന്നും പിസ കാണുന്നു, പഴയ നമ്മുടെ വേൾഡ് വണ്ടറാണ്. പിസയിലെ ഗോപുരം കണ്ടതിന് ശേഷം നമ്മൾ ഫ്ലോറൻസിലെ മൈക്കലാഞ്ചലോ സ്ക്വയറും കണ്ട് അന്ന് ഫ്ലോറൻസിൽ തന്നെ താമസിക്കുന്നു. അപ്പോൾ അന്നത്തെ യാത്ര റിലാക്സ്ഡ് ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഫ്ലോറൻസിൽ നിന്നും നമ്മൾ റോമിലേക്ക് ട്രെയിൻ, ഇറ്റാലിയയിൽ 1.5 മണിക്കൂർ കൊണ്ട് റോമിൽ നമ്മൾ എത്തുവാണ്. മോർണിംഗ് ഡേയിൽ റോമിൽ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഹാഫ് ഡേ റോമിൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുവാണ്. അന്ന് നമുക്ക് വത്തിക്കാൻ റിലാക്സ്ഡ് ആയിട്ട് കാണിക്കാം. വത്തിക്കാനിൽ ഇപ്പം നല്ല തിരക്കും ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ചില പ്രോഗ്രാമുകളൊക്കെ മിസ്സായി പോകും, അവർക്ക് അകത്ത് കയറാൻ പറ്റാതെയൊക്കെ തിരിച്ചു വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് കംഫർട്ടബിൾ, നമുക്കൊരു വെറിയില്ല ഇത് കിട്ടുമോ അല്ലെങ്കിൽ അത് എത്തിപ്പെടുമോ എന്നുള്ളൊരു വെറിയിങ് ഇല്ല, ടെൻഷൻസ് ഇല്ലാതെ തന്നെ അത് കാണാൻ പറ്റുന്നു. പിന്നെ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ ഫ്ലൈറ്റ് രാത്രി 9 മണിക്കാണ്. അപ്പോൾ ഹോൾ ഡേ ഇൻ റോം, അതിൽ നമ്മൾക്ക് ഫ്രീ ടൈം ആൻഡ് ഷോപ്പിംഗ്, മോർണിംഗിൽ സിറ്റി ടൂറ്, ഇതിനൊക്കെ കറക്റ്റായിട്ട് ടൈമാണ് ഇമ്പോർട്ടൻറ്റ്. 12 ദിവസം കൊണ്ട് പോകുമ്പോൾ ആ സ്ഥലത്ത് എത്രത്തോളം സമയം കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം റോം ഈ ഒരു സീസണിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം തന്നെ എന്ന് അവകാശപ്പെടാം. അതിനുള്ള ഒരു റീസൺ ഫ്ലോറൻസിൽ സ്റ്റേ കൊടുക്കുന്നതും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിൽ ഫ്ലോറൻസിൽ നിന്നും റോമിലേക്ക് ട്രെയിൻ സർവീസസ് ആ ട്രെയിൻ കൊടുക്കുന്നതുകൊണ്ടാണ്. 1.5 മണിക്കൂർ കൊണ്ടാണ് റോം എത്തുന്നത്. നമ്മളിപ്പോൾ ബസ്സിന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് അറൗണ്ട് 5 hours ട്രാവൽ വരും.
അതാണ് ഒരു ഷോർട്ട് ടൈമിൽ എത്തുന്നത്. അത് മാത്രമല്ല കൺവീനിയൻ്റ്ലി നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് 2 ബസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുക. റോമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്തു പോകാൻ ഒരു ബസ്സും, അതുപോലെ ഫ്ലോറൻസ് ഹോട്ടലിൽ നിന്ന് ഫ്ലോറൻസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വേറൊരു ബസ്സും. നമ്മുടെ ലഗേജും എടുത്തുകൊണ്ട് നമ്മൾ ട്രെയിനിൽ കയറേണ്ട ആവശ്യം വരുന്നില്ല. അതിന് നമ്മൾ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ അവിടെ ചെയ്തിരിക്കുകയാണ്. ലഗേജും കൊണ്ട് നമ്മുടെ ബസ് റോമിലെ ഹോട്ടലിൽ എത്തുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇറ്റാലിയൻ പാർട്ട്. അതുപോലെ തന്നെ സാർ ഇപ്പോൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ കൾച്ചറലി നമ്മൾ കണ്ടിരിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ ടൈം കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എത്രത്തോളം നമുക്ക് ടൈം കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സാർ കരുതുന്നത്? അതിന് ഞാൻ കരുതുന്നത് മാത്രമല്ല, എല്ലാവർക്കും പല രീതിയിലുള്ള കാറ്റഗറി ഓഫ് ട്രാവലേഴ്സ് ഉണ്ടാവും. ചില ട്രാവലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് കാണുക, ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പ് സ്റ്റാറ്റസും ഇടുക. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് പഠിച്ചിട്ട് പോകുന്നവരാണ്. എന്താണ് കൊളോസിയത്തിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്, അതിൻ്റെ ഹിസ്റ്ററിയും കംപ്ലീറ്റ് അറിയേണ്ടവരുണ്ടാവും. അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കാണേണ്ടവർ, അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. അതാണ് സത്യം. അങ്ങനെയുള്ള യാത്രികർ വളരെ കുറവാണ്. അപ്പം ഇതിൽ നമ്മൾക്കൊരു ആവറേജ് മാത്രമേ ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൊളോസിയത്തിൽ നമ്മൾക്ക് എപ്പോഴും ഫോട്ടോ സ്റ്റോപ്പ് ആയിരിക്കും. കൊളോസിയത്തിൻ്റെ അകത്ത് നമ്മൾ കയറുവാണെങ്കിൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു പ്രാവശ്യം യാത്ര ചെയ്ത് അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ട് ഈ കൊളോസിയം അകത്ത് കയറണം എന്നുള്ള ഒരു റിക്വസ്റ്റുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ കയറൂ, സെപ്പറേറ്റ് അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഒരുപാട് അതിൻ്റെ അകത്ത് വാക്ക് ചെയ്ത് കാണണം. ക്യൂ നിന്ന് അകത്ത് കയറാൻ തന്നെ സമയമെടുക്കും. അതൊന്നും ചിലപ്പോൾ ഈ ഒരു 12 ദിവസത്തെ പ്രോഗ്രാമിൽ അത് പറ്റണമെന്നില്ല. പക്ഷേ ആവറേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഹാഫ് ആൻ അവർ കൊടുത്ത് അതൊന്ന് പുറത്തുനിന്ന് ചുറ്റിക്കണ്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കും. ഞാൻ കൊളോസിയം എക്സാമ്പിൾ പറയുകയാണ്. റോമിലും അല്ലെങ്കിൽ നമ്മുടെ യാത്രകളിലുള്ള ചില സൈറ്റ് സീയിങ്സ് ഒക്കെ നമ്മൾ എൻട്രി വിത്ത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അപ്പം അത് പ്രധാനമായും ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, അങ്ങനെ ആഗ്രഹിക്കാത്ത കാറ്റഗറി ഉണ്ട്. സോ വി ടേക്ക് ദ ആവറേജ്. ലൈക്ക് നമുക്കത് ഫുള്ളായിട്ട് അകത്ത് കയറി എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം മാക്സിമം ടൈം പുറത്ത് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലതിന് നമ്മൾ എൻട്രി അടക്കം ചെയ്തിട്ടും പോകുന്നുണ്ട്. അതുപോലെ സാർ, ഇത്തരം ട്രാവലുകളെല്ലാം എല്ലാവർക്കും ഒരു 1 ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഞാൻ തന്നെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ യൂറോപ്പിലേക്കുള്ള വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം റിയൽ ആയിട്ട് ഒരു ട്രാവലർ നോക്കുന്ന സമയത്ത് ശരിക്കും കൺഫ്യൂസ്ഡ് അല്ലേ? അപ്പം എങ്ങനെ ഇതൊന്ന് ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കൺഫ്യൂഷൻ എങ്ങനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും? അത് അങ്ങനെ തന്നെയാണ്. അത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി കമ്പനിയുടെ ഒരു വീഡിയോ നോക്കിയാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, പല ഓപ്ഷൻസും വരും. വലിയൊരു പ്രോബ്ലം തന്നെയാണ്, വലിയൊരു ചലഞ്ചാണ്. അതായത് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടീം ചെയ്യുമ്പോൾ അതൊരു ബെറ്റർ എക്സിക്യൂഷൻ നടക്കും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ സെലക്ഷൻ ഓഫ് ഒരു യൂറോപ്യൻ ടൂറിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശരിക്കും നോക്കിയേ പറ്റും. ബിക്കോസ് നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ 12 ദിവസം എന്ന് പറഞ്ഞൊരു 3 lakhs പ്ലസ് ആണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു പ്രോഗ്രാമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സ്ക്രോളിങ്ങിൽ നമ്മൾ വീണു പോവാതെ, അല്ലെങ്കിൽ ഒരു ഐഫൽ ടവറിൻ്റെ ഒരു പിക്ചർ കണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ട് നമ്മൾ അതിൽ വീണു പോകാതെ നമ്മൾ ഒരു 3, 4, 5 കൊട്ടേഷൻ എടുത്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്റ്റഡി ചെയ്യണം. കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ടേ സെലക്ട് ചെയ്തിട്ടേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. അതിനുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ 1 ടൈം എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ വീണ്ടും യൂറോപ്പ് ട്രാവൽ ചെയ്യാൻ പോകുന്നില്ല. അത് കമ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിൽ ഇന്നതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതൊക്കെയാണ്, എൻ്റെ ട്രാവൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് നിങ്ങൾ അഷ്യൂർ ചെയ്യണം. ആ ഏജൻസിയെ നിങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ ചൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ സർവീസസ് അഷ്യൂർ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചു കൊണ്ടുവേണം നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പ് വേസ്റ്റ് ആയി പോകും. നമ്മൾക്ക് പ്രൈസ് കോൺഷ്യസ് മാത്രം വെച്ചുകൊണ്ട് യൂറോപ്യൻ ടൂർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ അവിടെ എത്തി ട്രാവൽ ചെയ്യുമ്പോഴേ ഇത് ഇവിടുന്ന് ടച്ച് ചെയ്തോ ഫീൽ ചെയ്തോ പോകാൻ പറ്റുന്നല്ല. ബിക്കോസ് വി ആർ സെല്ലിംഗ് ദ ഡ്രീം. യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഡ്രീമായിരിക്കുന്ന ഒരു പാസഞ്ചറെയാണ് നമ്മൾ ഈ ട്രിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഡ്രീം റിയാലിറ്റി വേർഷനിൽ എത്തുന്ന സമയത്ത് നമ്മളത് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറേ ഹിഡൻ തിങ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ. ആ സമയത്ത് നമ്മൾക്കത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇൻ അഡ്വാൻസ് തന്നെ അഷ്വർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഓണം സീസണിലാണ് നമ്മൾ ഇത് പോകുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും എപ്പോഴും ഒരു
കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇന്ത്യൻ ഫുഡ് പോലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഡെഫിനറ്റ് ആയിട്ടും ഇന്ത്യൻ പ്ലസ് യൂറോപ്യൻ കോമ്പിനേഷനാണ് GTH. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ നമ്മൾ ലോക്കൽ ഫുഡ്സ് യൂറോപ്യൻ ക്യൂസീൻസ് കൂടുതൽ കൊടുക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ പെട്ട ഒരു ടൂർ കമ്പനി തന്നെയാണ് GTH. നമ്മൾക്ക് കോമ്പിനേഷനായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലഞ്ച് ഇന്ത്യൻ ആണെങ്കിൽ ഡിന്നർ ലോക്കലായിരിക്കും. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് രണ്ടും വരുന്ന സമയത്ത് ഇത് രണ്ട് രീതിയിലും ഉള്ള പാസഞ്ചേഴ്സ് ഉണ്ടാവാം. ഇന്ത്യൻ ഫുഡ് തന്നെ പ്രിഫർ ചെയ്ത് പോകുന്നവരുണ്ടാവും, ലോക്കൽ ഫുഡ് തന്നെ വേണമെന്ന് പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആവറേജ്. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ പോകും. അതെ, ഓണം സീസണിൽ പോകുമ്പം അവിടെയുള്ള ക്ലൈമറ്റും ബാക്കിയുള്ള ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? യൂറോപ്യൻ സീസൺ വിൻ്റർ ടൈമാണ്. ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് വിൻ്റർ ടൈമാണ്, മാർച്ച് പകുതി വരെ. പിന്നെ ഏപ്രിൽ മെയ് നല്ല സീസണാണ്. പക്ഷേ ഏപ്രിൽ മെയ്നേക്കാളും നല്ലൊരു സീസണാണ് ഓഗസ്റ്റ് എൻഡ് എന്ന് പറയുന്നത്. നമ്മൾക്ക് വേണ്ട ഒരു വെതർ അതാണ് ഓഗസ്റ്റിൽ നമ്മൾക്ക് യൂറോപ്പിൽ കിട്ടുന്നത്. അപ്പോൾ വെതർ ഏറ്റവും ഫേവറബിൾ ആവണമെങ്കിൽ മാത്രമേ നമ്മൾക്ക് ട്രിപ്പ് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈം ടു ട്രാവൽ എന്നുള്ളതിൽ നോ ഡൗട്ട് അല്ല. ഓഗസ്റ്റ് എൻഡ് സെപ്റ്റംബർ മാസങ്ങൾ ഏപ്രിൽ മെയ് പോലെ തന്നെ ബെസ്റ്റ് ടൈം ടു ട്രാവൽ ഇൻ യൂറോപ്പ് തന്നെയാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ് ടൈം ടു പ്രിഫർ. അതുപോലെ തന്നെ യൂറോപ്യൻ യാത്രകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമായിരിക്കും. സോ ഫ്ലോറൻസ് ടു റോം എന്ന് പറയുന്ന റൂട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഫ്ലോറൻസ് ടു റോം റൂട്ടിൽ ഏറ്റവും നമ്മളൊരു പ്രത്യേകതയിൽ കൂടുതൽ നമ്മൾക്ക് പറയാനുണ്ടെങ്കിൽ ഈ കോച്ച് യാത്ര കുറച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോമിൽ ടൈം കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5 hours ബസ് യാത്രയെ കട്ട് ഷോട്ട് ചെയ്ത് 1.5 മണിക്കൂർ കൊണ്ട് ഫ്ലോറൻസിൽ നിന്ന് റോമിലെത്തുന്നു. ഇത് മണിക്കൂറിൽ ഒരു 200 km/h ആ ഒരു സ്പീഡിലൊക്കെ ഓടുന്ന ട്രെയിനാണ്. പക്ഷേ ആ ട്രെയിൻ നിങ്ങൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തരുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ യാത്ര ഒരു രസമാണ്. കുറേ നമ്മൾ കോച്ച് യാത്ര കഴിഞ്ഞതിന് ശേഷം ഈ ട്രെയിനിലൊരു യാത്ര ചെയ്തുകൊണ്ട് നമ്മളത് റോമിലെത്തുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. കമ്പാരിറ്റീവ്ലി സമയം കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു യാത്ര നമ്മൾക്ക് ഡെലിവർ ചെയ്യുന്നത്. സർ, അതുപോലെ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഐറ്റിനറി നമുക്ക് ഒന്നുകൂടി ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാമോ? നമ്മുടെ ഈ 12 ദിവസത്തെ ടൂറിൽ ഫ്രാൻസ്, ബെൽജിയം, ലക്സംബർഗ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ പാരീസിൽ നമ്മൾ ലൂർ മ്യൂസിയം ഇട്ടിരിക്കുന്നു, സീൻ ക്രൂസ്, ഈഫൽ ടവർ, സിറ്റി ടൂർ. ബ്രസൽസിൽ വന്നു കഴിഞ്ഞാൽ ആറ്റോമിയം ഔട്ട്സൈഡ് വിസിറ്റും ബ്രസൽസ് സിറ്റി ടൂറും. പിന്നെ ലക്സംബർഗ് എന്ന് പറഞ്ഞാൽ മനോഹരമായ ചെറിയ രാജ്യം, പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമായ ലക്സംബർഗ്, അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ലക്സംബർഗിലൂടെയാണ് നമ്മൾ ജർമ്മനിയിലെത്തുന്നത്. പിന്നെ ജർമ്മൻ പാർട്ടിൽ നമ്മൾക്ക് മൈൻഹാം, അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ്, TTC റീജിയൻ, റൈൻ ഫോൾസ് ബോട്ടിംഗ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ദെൻ ആൽപ്സ് റീജിയനിൽ സ്വിറ്റ്സർലാൻഡും ഓസ്ട്രിയയിലെ ഇൻസ്ബ്രൂക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. മൗണ്ടൻ റീജിയനിൽ സ്വിറ്റ്സർലാൻഡിലെ ടിറ്റ്ലിസും ടിറ്റ്ലിസും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ അതൊക്കെ ബേസിക് ആയിട്ട് എല്ലാ പ്രോഗ്രാമിലും വരുന്നതാണ്. ദെൻ ഇൻസ്ബ്രൂക്കിൽ സരോസ്കി ക്രിസ്റ്റൽ മ്യൂസിയം, അങ്ങനെയുള്ള സംഗതികൾ. ഇൻസ്ബ്രൂക്കിൽ നിന്ന് വെനീസ് പോകുന്നു. വെനീസിൽ ഡെഫിനറ്റ് ആയിട്ട് ബോട്ട് റൈഡും സെൻറ്റ് മാർക്ക് സ്ക്വയറും അവിടുത്തെ ഐലൻഡും കാണുന്നു. പിസ, ഫ്ലോറൻസ്, പിസായിലെ ടവർ. അതുപോലെ തന്നെ നമ്മൾ റോമിൽ വന്നാൽ വത്തിക്കാൻ, സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, കൊളോസിയം, സിറ്റി ടൂർ ഓഫ് റോം, ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഒട്ടും മടുക്കാത്ത രീതിയിൽ തന്നെ നമ്മൾക്ക് ഈ യാത്രകൾ ഇത്രയും രാജ്യങ്ങളിലുള്ള ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് തന്നെ മെമ്മറബിളായിട്ട് തിരിച്ചു വരാൻ പറ്റുന്നു എന്നുള്ളതും ഓണം എന്നുള്ള ആ ഒരു വികാരം, അല്ലേ, നമ്മുടെ ഒരു കേരളത്തിൻ്റെ വികാരം നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ആസ്വദിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആ ടൂറിന് കുറച്ചുകൂടെ മാറ്റുകൂട്ടുന്നു എന്നുള്ളതുമാണ് ഈ ടൂറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സോ സാറ് പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വർഷം എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീട്ടിൽ തന്നെ ഓണം ആഘോഷിക്കാതെ ഒരു വെറൈറ്റി ആയിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഒരു 12 ദിവസം കൊണ്ട് കണ്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ആരും മിസ്സാക്കാതെ ഈ ഓണം യൂറോപ്പിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക.